ഹായ് ഫ്രണ്ട്സ്, ഇത്തവണത്തെ നമ്മളുടെ യാത്ര ആലപ്പുഴയുടെ മനോഹരമായ കാഴ്ചകളിലേക്കാണ്. സർക്കാരിൻ്റെ വേഗ എന്ന ആഡംബര ബോട്ടിൽ വെറും 400 രൂപയ്ക്ക് ആലപ്പുഴ കാഴ്ചകളും വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യവും അതുകൂടാതെ പാതിരാമണൽ സന്ദർശനവും പിന്നെ കുമരകത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള യാത്രയും അതുകൂടാതെ കുട്ടനാട് ഗ്രാമീണ ഭംഗി കണ്ടുള്ള ഒരു യാത്ര കൂടി ഉൾപ്പെടുന്ന ഇത് നല്ലൊരു മനോഹരമായ യാത്രയാണിത്. ഇതിൽ നമ്മുടെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അതിലുള്ള സാറന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പാട്ടും ഡാൻസും എൻജോയ്മെൻറ്റും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണിത്. ആലപ്പുഴ ബോട്ട് യാത്ര എന്നുള്ളത് വെറും ഒരു ഉല്ലാസയാത്ര അപ്പുറം നമുക്ക് ഈ ഗ്രാമീണ ഭംഗികളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് ഏകദേശം 5 മണിക്കൂർ കൊണ്ട് 52 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു അടിച്ചുപൊളി യാത്രയാണ്. അതിൻ്റെ വിവരങ്ങൾക്ക് നമുക്ക് പോവാം. അങ്ങനെ രാവിലെ 6:30 ആലുവയിൽ നിന്നുള്ള മെമു ട്രെയിനിൽ ഏകദേശം ഒരു 9 ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ ആലപ്പുഴ ഗവൺമെൻറ് ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നാണ് വേഗ ബോട്ട് പുറപ്പെടുന്നത്. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ആലപ്പുഴ ഗവൺമെൻറ് ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട വേഗ എന്ന ആഡംബര ബോട്ട്. ഇതിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരാനെല്ലാം ശ്രമിക്കുക. ഞങ്ങൾക്കൊരു പറ്റുപറ്റിയ കേസ്, ഞങ്ങൾ ബുക്ക് ചെയ്യാനാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിംഗ് ക്യാൻസലേഷൻ ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഭാഗ്യത്തിന് ഒരു 2 സീറ്റ് ക്യാൻസലേഷൻ വന്നുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഈ ബോട്ടിൽ പോകാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഈ ബോട്ടിൽ AC, നോൺ AC എന്നിങ്ങനെ 2 തരത്തിലുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. ബോട്ടിന് മുൻവശത്താണ് AC വരുന്നത്. അതിന് 600 രൂപയാണ് ഫീസ്. ഇത് നമ്മുടെ നോൺ AC ഏരിയയാണ്. ഇതിന് 400 രൂപയാണ് നമുക്ക് വരുന്ന ചാർജ്. ഇത് ബോട്ടിൻ്റെ പുറകുവശത്തുനിന്നുള്ള ആലപ്പുഴ ജെട്ടിയുടെ കാഴ്ചകളാണ്. ഒരുപാട് ശിക്കാര ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ബോട്ടിലെ ടോയ്ലറ്റ്. വളരെ വൃത്തിയുള്ള ടോയ്ലറ്റാണ് ബോട്ടിലുള്ളത്. അങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മുടെ ബോട്ട് പുറപ്പെട്ടു. രാവിലെ 11 മണിക്കാണ് ഈ ബോട്ട് ആലപ്പുഴ ബോട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഈ കനാലിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരുന്നത്. ആലപ്പുഴയുടെ ഒരു ജീവനാടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ 3 കിലോമീറ്ററോളം വരുന്ന ഈ കനാലിനെ. ഇവിടെയാണ് ആലപ്പുഴയിലെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി കളിക്കുന്ന പുന്നമടക്കായലിൻ്റെ ഭാഗം. ഈ കാണുന്ന ഹൗസ് ബോട്ടുകളെ ഇവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് ക്രമീകരിച്ചിട്ടാണ് ഇവിടെ വള്ളംകളി സംഘടിപ്പിക്കുന്നത്. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു വള്ളംകളി സംഘടിപ്പിച്ചു. അതിൽ അദ്ദേഹം വളരെ സന്തോഷിക്കുകയും നാട്ടുകാരോടൊപ്പം ഈ വള്ളംകളിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു ട്രോഫി, വെള്ളിയിൽ നിർമ്മിച്ച പാമ്പിൻ്റെ ആകൃതിയിൽ ട്രോഫി സമ്മാനമായി നൽകി. ഇതാണ് പിന്നീട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന പേരിൽ പ്രശസ്തമായത്. വലുതും ചെറുതുമായ റിസോർട്ടുകൾ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ സ്പോർട്സിൽ മികവ് കാണിക്കുന്ന കുട്ടികളെയും യുവാക്കളെയും കണ്ടെത്തി അവർക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ പരിശീലനം നൽകുന്ന ഉദ്ദേശിച്ചു തുടങ്ങിയ സായി അക്കാഡമിയുടെ ആലപ്പുഴ പരിശീലന കേന്ദ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കൂടുതലും വാട്ടർ സ്പോർട്സ് ഐറ്റംസാണ് പരിശീലിപ്പിക്കുന്നത്. കനോയിങ്, കയാക്കിംഗ്, റോവിംഗ്, സ്വിമ്മിംഗ് തുടങ്ങിയ ഐറ്റംസാണ് ഇവിടെ കൂടുതൽ പരിശീലിപ്പിക്കുന്നത്. ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവർ ഉൾപ്പെടെ ഒരുപാട് ദേശീയ അന്തർദേശീയ താരങ്ങൾ ഇവിടെ പരിശീലനം നടത്തി മികവ് പുലർത്തിയിട്ടുണ്ട്. ഒരുപാട് വലുതും ചെറുതുമായ ഹൗസ് ബോട്ടുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ ബോട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലുകളൊന്നായ വേമ്പനാട്ട് കായലിലേക്ക് കടന്നു. ഏകദേശം 96 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ഈ കായൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പെരിയാർ, പമ്പ, മീനച്ചിറ, മണിമല എന്നീ 4 പ്രധാന നദികളെല്ലാം വന്നു ചേരുന്നത് ഈ വേമ്പനാട്ട് കായലിലാണ്. അങ്ങനെ ബോട്ട് വേമ്പനാട്ട് കായലെത്തിയോടുകൂടി യാത്രയുടെ വിരസത ഒന്ന് മാറ്റാനായിട്ട് ഒരു ചെറുതായിട്ട് അടിച്ചുപൊളി ഞങ്ങളവിടെ ആരംഭിച്ചു. ആരും ബലം പിടിച്ചൊന്നും ഇരിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കൈയടിക്കുക, പട്ടുന്ന എഴുന്നേറ്റ് 2 സ്റ്റെപ്പ് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റിലാക്സ് ആകാൻ പോകുന്നു. ഓക്കെ, ശോഭമായിട്ടിരിക്കില്ലാരും. പടയുടെ ചെമ്പട കൊട്ടിക്കോലം കൊള്ളുന്ന പടയുടെ മുടിയേറ്റി കൊട്ടിക്കേറുന്ന
അങ്ങനെ ചെറിയൊരു അടിച്ചുപൊളിക്ക് ശേഷം ഞങ്ങളുടെ ബോട്ട് പാതിരാമടൽ ദ്വീപിലെത്തിച്ചേർന്നു. പാതിരാമടൽ എന്ന പേര് വരാനുള്ള ഐതിഹ്യം പറയുന്നത്, ചേർത്തല ഭാഗങ്ങളിൽ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണൻ അർദ്ധരാത്രി ഇതുവഴി വഞ്ചിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥനാ സമയമാവുകയും എന്നാൽ പ്രാർത്ഥിക്കാൻ കരയൊന്നും കാണാതെ വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ദൈവം കായലിൻ്റെ അടിയിൽ നിന്നും ഒരു മണൽക്കൂമ്പാരം മുകളിലേക്ക് ഉയർന്നു വരികയും അവിടെ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചോളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പാതിരാത്രി കായലിനടിയിൽ നിന്ന് മണൽക്കൂമ്പാരം ഉയർന്നു വന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പാതിരാമണൽ എന്ന പേരാണ് ഐതിഹ്യം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മുഹമ്മ പഞ്ചായത്തിലായതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം ഇവിടെ പ്രവേശിക്കാൻ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് ഇവിടെ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഏകദേശം 10 ഏക്കർ വിസ്തീർണത്തിൽ വേമ്പനാട്ടുകാരുടെ മധ്യഭാഗത്താണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 90-ലധികം ഇനങ്ങൾ പക്ഷികൾ ഇവിടെയുണ്ട്. ഇത് രൂപപ്പെടുന്ന സയൻറ്റിഫിക്കൽ റീസൺ പറയുന്നത്, പമ്പ, മീനച്ചിൽ, മണിമല തുടങ്ങിയ നദികളിൽ നിന്നുള്ള മണൽ കൂമ്പാരങ്ങൾ ഇവിടെ നിന്ന് അടിഞ്ഞുകൂടുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു ദ്വീപായി മാറി എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ പറയുന്നത്. പാതിരാമണൽ ദ്വീപിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനും മുതിർന്നവർക്ക് വിശ്രമിക്കുന്നതിനുമായി ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ചെറിയ കലാപരിപാടി നടത്തുന്നതായി വളരെ മനോഹരമായ മുളയിൽ തീർത്ത സ്റ്റേജും ഒരു ഗ്യാലറിയും ഉണ്ട്. അവിടെയെല്ലാം കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കുന്നതിന് അനുവദിച്ച സമയം എന്നുള്ളത് 3/4 മണിക്കൂറാണ്. ആ സമയം അതായതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ബോട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ ചെന്നപ്പോഴേക്കും കുടുംബശ്രീ ചേച്ചിമാർ നല്ല രുചികരമായ നാടൻ ഊണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഊണിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. കരിമീൻ ഫ്രൈക്ക് 120 രൂപയും. വളരെ രുചികരമായൊരു നാടൻ ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് കുടുംബശ്രീ ചേച്ചിമാർ റെഡിയാക്കി തന്നത്. അങ്ങനെ ഊണെല്ലാം കഴിച്ച് പാതിരാമണൽ ദ്വീപിനോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേമ്പനാട്ടുകായലിൻ്റെ കറക്റ്റ് നടുവിലൂടെയാണ്. അങ്ങ് ദൂരെയാണ് നമുക്ക് കര കാണാൻ സാധിക്കുന്നത്. ഈ നടുഭാഗത്തിൻ്റെ ആഴം എത്രയെന്ന് അറിയുമ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വെറും 1.5 മീറ്റർ മാത്രമാണ് വേമ്പനാട്ടുകായലിൻ്റെ മധ്യഭാഗത്തുള്ള ആഴം. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് നോക്കിയിരുന്നു. വീണ്ടും ഞങ്ങൾ ചെറിയ കലാപരിപാടിയുമായിട്ട് ചെറിയൊരു എൻജോയ്മെൻറ്റിലേക്ക് കടന്നു. പിന്നീട് കുറച്ചു നേരം ബോട്ടിൻ്റെ മുൻവശത്ത് ചിലവഴിക്കാനുള്ള അവസരം ബോട്ടിൻ്റെ ജീവനക്കാർ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. വളരെ മനോഹരമായിരുന്ന കാഴ്ചകളായിരുന്നു ബോട്ടിൻ്റെ മുൻവശത്തുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറി. ഇപ്പോൾ ഈ ബോട്ട് സഞ്ചരിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലൂടെയാണ്. കോട്ടയം ജില്ല കുമരകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ കുമരകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ കുമരകത്തെ കടലക്കാടുകളും അതിനുള്ള പക്ഷികളുമായിട്ട് ഒരുപാട് സമയം കുമരകത്തിൻ്റെ കാഴ്ചകൾ കൊണ്ട് ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് കുറച്ച് സമയത്തിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലേക്ക് എത്തിച്ചേർന്നു. കുട്ടനാടിലെ 6 ബ്ലോക്കാണ് നമ്മളിപ്പോൾ സൈഡിൽ കാണുന്നത്. സാധാരണ കുട്ടനാട് കൃഷി ചെയ്യുന്ന നെൽകൃഷിക്ക് വ്യത്യസ്തമായി കൊക്കോ, കമുക്, തെങ്ങ്, വാഴ തുടങ്ങിയ വ്യത്യസ്തമായ കൃഷി രീതികൾ അവലംബിക്കാൻ ഉണ്ടാക്കിയെടുത്താണ് 6 ബ്ലോക്ക്. എന്നാൽ 29 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ 6 മാസത്തോളം നീണ്ടുനിന്ന ഒരു വെള്ളക്കെട്ടിൽ ഇവിടുത്തെ കൃഷികളെല്ലാം പാടെ നശിക്കുകയും പിന്നീട് ഈ 6 ബ്ലോക്ക് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലോകപ്രശസ്തമായ കുട്ടനാട് തെങ്ങുകളിൻ്റെ ഒരു ഉൽപ്പാദന കേന്ദ്രം കൂടിയായിരുന്നു ഈ 6 ബ്ലോക്ക്. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. സമുദ്രം മുകളിലും അതിന് താഴെ 1-2 മീറ്റർ താഴെയാണ് കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്ന വളരെ അപൂർവ സ്ഥലങ്ങളാണ് ഇന്ന് ലോകത്തുള്ളൂ. അതിലൊന്നാണ് ഈ കുട്ടനാട്. കുട്ടനാടിൽ വളരെ നേരത്തെ നിർമ്മിച്ച വീടുകളും എന്നാൽ ഇപ്പോൾ നിർമ്മിച്ച പുതിയ വീടുകളും നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും.
പണ്ട് നിർമ്മിച്ച വീടുകൾ വളരെ താഴത്തെ നിലയായിരുന്നു പണിതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പില്ലറിൽ കുറച്ച് ഹൈറ്റിലാണ് പുതിയ വീടുകളെല്ലാം പണിയുന്നത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുകയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. കുട്ടനാടിൻ്റെ നാട്ടുവഴികളും അതിനപ്പുറത്തെ കൃഷിത്തോട്ടങ്ങളും എല്ലാം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കുട്ടനാട് ഈ യാത്ര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സർക്കാരിൻ്റെ തന്നെ സി കുട്ടനാട് എന്ന പേരിൽ സർവീസ് നടത്തുന്ന വേറൊരു ബോട്ടാണ്. ഇതിൽ പക്ഷേ AC ഇല്ല. പക്ഷേ നമുക്ക് അപ്പർ ഡെക്കിലിരുന്ന് മുകളിലിരുന്ന് കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവസാനമായി ഒരു അടിച്ചുപൊളിപ്പാട്ട് ഡാൻസോടുകൂടി ഞങ്ങൾ ഈ ബോട്ടിനോട് വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര അവസാനിച്ച് ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ യാത്ര അയക്കുന്നതായി ഈ ബോട്ടിലെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഇവരുടെ പെരുമാറ്റവും നമ്മളുള്ള പ്രചോദനവും എല്ലാം. ഇവർ ഉള്ളത് കൊണ്ടാണ് ഈ യാത്ര ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നു. മനോഹരമായൊരു സായാഹ്നം ചെലവഴിക്കാനുള്ള എല്ലാം ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലുണ്ട്. ഇപ്പോൾ പുതുതായി ഒരു പാരച്യൂട്ട് റൈഡ് ആലപ്പുഴ ബീച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ചാർജ് 2500 രൂപയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ തിരയിലെല്ലാം കളിച്ച് സമയം ചിലവഴിച്ച് മനോഹരമായ അസ്തമയ കാഴ്ച കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.